ഈ വീട് പ്ലാനിങ് ഉദ്ദേശിച്ചത് ഒരു കുറച്ച് റസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറിലും ചുറ്റുമുള്ള എന്താ പറയുക പ്രകൃതിയും എല്ലാം കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ്. ഈ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് വശത്തും നിറയെ മരങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. രണ്ടായിരത്തി 2018 പണി തീർന്ന് പാല് കാച്ചി താമസം തുടങ്ങിയ വീടാണിത്. ഈ വീട് 3 നിലയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ താഴത്തെയും മുകളിലത്തെയും നിലയിൽ വീടും ഏറ്റവും മുകളിലെ നിലയിൽ ഓഫീസ് സ്പേസുമാണ്. ഈ വീടിൻ്റെ ഗൃഹനാഥനായ വിനോദിൻ്റെ ഓഫീസ് സ്പേസാണ് ഏറ്റവും മുകളിലത്തെ നിലയിൽ. അതിലേക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രിയും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് വിനോദ്. ഇതെൻ്റെ വീടാണ്. ഇത് എറണാകുളം ജില്ലയിൽ എളംകുളം എന്നുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു 2000 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചുണ്ട് വീട്. ഒരു 6.5 സെൻറ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഹർഷം എന്ന വീട് ഡിസൈൻ ചെയ്തത് ഞാനാണ്. എൻ്റെ പേര് അരുൺ വിദ്യാസാഗർ. എൻ്റെ സ്ഥാപനം ഫോളിയേജ് എന്നാണ്. കടവന്ത്ര എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനം ഞാനും എൻ്റെ വൈഫ് മീരയും ചേർന്നാണ് നടത്തുന്നത്. മീര സിവിൽ എഞ്ചിനീയറാണ്. പ്രൊജക്ട് മാനേജ്മെൻറ്റും കൂടെ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ഒരു പ്രത്യേകത ഉള്ളൊരു എൻട്രിയാണ് ഇവിടെ. ഈ എൽ ഷേപ്പിൽ കാണുന്ന ഇത് ഫുൾ ഗേറ്റായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ഗേറ്റും നമുക്ക് തുറന്ന ഇത്ര ഏരിയ ഫുൾ വൈഡ് ഓപ്പൺ ആയിട്ട് കിട്ടുന്ന രീതിയിൽ, അതായത് ഒന്നിൽ കൂടുതൽ വണ്ടി ഇടാൻ സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ വണ്ടി ഈ ഭാഗത്തേക്ക് കയറ്റിയിടാനും രണ്ടാമത്തെ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടാനും പറ്റുന്ന രീതിയിൽ. കാരണം ഇങ്ങോട്ടൊരു ലാൻഡിലേക്കുള്ള വഴിയും കൂടി ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ അങ്ങനെയാണ്. ഇതിനെ എൻ്റർ ചെയ്ത് സിറ്റ് ഔട്ടിലെത്തി. സിറ്റ് ഔട്ടിൽ അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് 2 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. കുറച്ച് ചെടികളും എല്ലാം വെക്കാനുള്ള സൗകര്യമുണ്ട്. അതിൽ നിന്ന് നേരെ എൻ്റർ ചെയ്യുന്നത് വലിയ ലിവിങ് ഡൈനിങ് കോമ്പിനേഷൻ ഒരു സ്പേസാണ്. അപ്പോൾ ഈ ഒരു സ്പേസാണ് ഈ വീടിൻ്റെ സെൻട്രൽ ഹൈലൈറ്റ്. ഇവിടുന്ന് തന്നെ തുറന്ന് കാണുന്ന സ്റ്റെയർ കേസും കാണാം. ഈ ഒരു റൂം എല്ലാ ഡയറക്ഷനിലും ഓപ്പണിങ്സ് ഉള്ളതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചമുള്ളൊരു സ്പേസാണ്. സ്റ്റെയർ കേസ് ആണെങ്കിൽ ട്രാൻസ്പെറൻസ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റീലിൽ ചെയ്തിട്ട് ഇടതൂർന്ന് നിൽക്കുന്നതാണ്. ഇടയിൽ ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ട് ഒരു ബൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ചുമരുകളിൽ കൂടുതലും പ്രിഡോമിനൻ്റ്ലി വൈറ്റ് കളറാണ്. 1-2 ഇടങ്ങളിൽ ഇഷ്ടികയുടെ കളറ് ഹൈലൈറ്റ് നിൽക്കുന്നത്. പൂജാ യൂണിറ്റ് വരുന്ന സ്ഥാനത്തിൻ്റെ പുറകുവശത്താണ് ഇഷ്ടികയുടെ ഒരു ഹൈലൈറ്റ് വരുന്നത്. അത് ഒരു സ്പേസിൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൺ സ്പേസിന് നേരെ ക്രോസ് ചെയ്യുന്ന വേറൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ഒരു ഫാമിലി സ്പേസ് പോലത്തെ ഒരു ഇതാണ്. അവിടെ ഒരു ടി വി കാണാനും ചുറ്റും ഇരിക്കാനും വീട്ടിലുള്ളവർക്കെല്ലാം പ്രൈവറ്റായിട്ട് ഒതുങ്ങിയിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഈ കയറി വരുന്ന ഈ സ്ഥലത്ത് ഉള്ള ഒരു ഫോർമൽ സിറ്റിങ്ങിൽ നിന്ന് മാറി കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിംഗ് എൻവയൺമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. അവിടെയാണെങ്കിൽ 2 കോർണർ വിൻഡോസ് വരുന്നുണ്ട്. ഏറ്റവും വെളിച്ചവും കാറ്റും കിട്ടുന്ന ഒരു കോർണറാണത്. പടിഞ്ഞാറ് നിന്നുള്ള കാറ്റും കിട്ടും, വടക്ക് നിന്ന് വെളിച്ചവും കിട്ടും. അങ്ങനത്തെ ഒരു കോർണറായിട്ടാണ് ഇത് വരുന്നത്. സെൻട്രൽ സ്പേസിൽ നോക്കിയാൽ ഡൈനിങ്ങും കിച്ചണും തമ്മിൽ സെപ്പറേഷനൊന്നുമില്ല. ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ അറേഞ്ച്മെൻ്റാണ്. വിശാലമായ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും കിച്ചൻ്റെ അകത്ത് ഇരിക്കാനുള്ളൊരു സ്ഥലം നടുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൗണ്ടറിൻ്റെ നടുക്കിലായിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്പേസ് അതാണ്.
ഡൈനിങ് ടേബിളിലേക്ക് ഗസ്റ്റോ ആരെങ്കിലും പുറത്തുനിന്നുള്ളവർ വരുമ്പോഴാണ് കൂടുതലും ഉപയോഗം വരുന്നത്. അല്ലാത്ത പക്ഷം ഇത് എന്താ പറയുക, ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് വർക്കിംഗ് സ്പേസും ഒക്കെ ആയിട്ട് മാറുന്ന രീതിയിലാണ് ഡൈനിങ് ടേബിൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഈ കോമൺ ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്ത് നേരെ കയറി വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഈ ബെഡ്റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഹോളോ ടെറക്കോട്ട ബ്ലോക്സ് കൊണ്ടാണ് ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുന്നത് ചൂടിനെ ചെറുക്കുന്നതിലാണ്. അപ്പോൾ പടിഞ്ഞാറ് വശവും തെക്ക് വശവും വരുന്ന ഈ ഭിത്തികളിൽ അടിക്കുന്ന ചൂട് മാക്സിമം കട്ട് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ അത് ചെയ്യുന്നതിന് കൂടെ നമ്മൾ കട്ടിലിടാനും അതേപോലത്തെ ബാക്കി ഫർണിച്ചറൊക്കെ ഇടുമ്പോൾ നമുക്ക് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത ഹൈറ്റ് വരെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കതിന് ബാക്കിൽ നിന്ന് ഡസ്റ്റ്, പൊടി, അങ്ങനത്തെ അക്യുമുലേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ ഒരു ഹൈറ്റ് വരെ ഈ തെക്ക് വശത്തെ ഭിത്തി തേച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിൽ അതുവരെ മുട്ടിച്ചിടാൻ സൗകര്യത്തിന് അത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇതിനകത്ത് ഒരു വാക്ക്-ഇൻ ഡ്രസ്സർ യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്ന് കയറാവുന്ന വാഷ്റൂമുണ്ട്. വാക്ക്-ഇൻ ഡ്രസ്സർ യൂണിറ്റിൽ ഒരു ലോങ് വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ എൻട്രി ആവുന്ന വാഷ്റൂം. ലിവിങ് സ്പേസിൽ നിന്നുള്ള ഈ സ്റ്റെയർ കേസ് നേരെ കയറുന്നത് 1ാം നിലയിലെ വീടിൻ്റെ ബാക്കി ഭാഗത്തേക്കാണ്. അതിൽ ഒരു ഭാഗമേ വീടുള്ളൂ മുകളിൽ. ഈ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഫ്ലൈറ്റ് ചെന്ന് കയറുന്നത് മിഡ് ലാൻഡിങ്ങിലുള്ള സ്ലാബിലേക്കാണ്. അപ്പോൾ സ്ലാബ് RCCയിൽ തന്നെ കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് അതിലേക്ക് കയറുന്ന 1ാമത്തെ 2ാമത്തെ ഫ്ലൈറ്റ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിൽ ട്യൂബുലർ സെക്ഷൻസ് വെച്ച് പ്ലാറ്റ്ഫോം അടിച്ച് അതിൻ്റെ മുകളിൽ തടിയുടെ പലക വെച്ചിട്ടുള്ള സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഹാൻഡ് റെയിൽ ഒരു വശത്ത് കൂടെ മാത്രമേ കയറി പോകുന്നുള്ളൂ. മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ട് ഒരു ഓപ്പൺനെസ് കിട്ടാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് മിഡ് ലാൻഡിങ്ങിലുള്ള ഈ വിൻഡോ സൗത്ത് സൈഡിൽ നിന്നുള്ള കാറ്റും ഇതെല്ലാം ഗ്യാദർ ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ്. നല്ല ഹൈറ്റുള്ള വിൻഡോ ആണ്. അത് താഴത്തുനിന്ന് മാത്രമല്ല 1ാമത്തെ നിലയിൽ നിന്നും നല്ല കാഴ്ച കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1ാം നിലയിലെത്തിയാൽ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്ന ഒരു വലിയൊരു ലിവിങ് ഫാമിലി സ്പേസാണ്. ഇത് മെയിൻലി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മുകളിലെ 2 ബെഡ്റൂമിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു കോമൺ സ്പേസ്. ഇതും 2 കുട്ടികളുടെ റൂമുകളാണ്. അവരുടെ പ്രൈവറ്റ് സ്പേസ് പോലത്തെ ഒരു ഇതാണ്. അത് കൂടാണ്ട് ഒരു കോമൺ യൂട്ടിലിറ്റി ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ യൂട്ടിലിറ്റി ഏരിയയിലാണ് ഈ കോമൺ ആയിട്ടുള്ള ലോണ്ട്രി, അയണിങ്, അങ്ങനത്തെ തുണി ഉണങ്ങാനിടുക, അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ നിലയോടുകൂടി ഈ സ്റ്റെയർ കേസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുന്ന് അടുത്ത നിലയിലേക്ക് ഇവിടുന്ന് കണക്ഷൻ ഇല്ല. ഈ ലിവിങ് സ്പേസിൽ നിന്ന് മുന്നിൽ താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിലുള്ള ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി ഉണ്ട്. അവിടെ ഒരു നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. കാരണം കിഴക്കോട്ടും വടക്കോട്ടും നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല കാഴ്ചയും എല്ലാം ഉണ്ട്. കാറ്റും സൗകര്യമായിട്ട് ഇരിക്കാനും പ്രൈവറ്റായിട്ട് പ്രൈവസിയോട് കൂടി ഇരിക്കാനുള്ള സൗകര്യങ്ങളും കിട്ടും. ഈ ബാൽക്കണിയിൽ ചുറ്റും ഇങ്ങനെ കറങ്ങി പോകുന്നൊരു ഷെയ്ഡും പ്ലാന്ററോട് കൂടിയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ഉണ്ട് ഇവിടെ. അതിൽ ആക്ച്വലി ചട്ടികൾ വെക്കാവും, അല്ലെങ്കിൽ മണ്ണ് നിറച്ചിട്ട് ചെടി വെക്കാവുന്ന രീതിയിലാണ്. ഇപ്പോൾ നിലവിൽ ചട്ടിയിൽ നിറച്ചിട്ടുള്ള ചെടിച്ചട്ടികളെല്ലാം വെച്ച് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് നല്ല പ്രൈവസി കിട്ടും, കാറ്റും വെളിച്ചവും കിട്ടും. കംഫർട്ടബിൾ കോസി ആയിട്ടുള്ളൊരു സ്ഥലം ഇവിടെ കിട്ടും ഇരിക്കാൻ. ഈ 2 റൂമുകളും 2 തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലേക്ക് വന്നാൽ കുറച്ചും കൂടിയും ഫിനിഷ്ഡ് ആയിട്ടുള്ള എല്ലാം കുറച്ചും കൂടി ക്ലീനർ ലൈൻസ്, കുറച്ചും കൂടി വൈറ്റ് അങ്ങനത്തെ ഒരു ടോണിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അത് മോൾക്കുള്ള റൂമാണ്. മോളുടെ സ്പെസിഫിക് എന്താ പറയുക, ഇഷ്ടത്തിന് അനുസരിച്ചാണ് അങ്ങനെ ഒരു ഫിനിഷിലേക്ക് മാറിയിരിക്കുന്നത്. നേരെ മറിച്ച് ഈ റൂമിനൊരു വാക്ക്-ഇൻ വാർഡ്രോബ് യൂണിറ്റ് ഉണ്ട്, എക്സ്ട്രാ സ്റ്റോറേജ് ഉണ്ട്. അങ്ങനെ കുറച്ച് അഡീഷണൽ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് നീഡിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊടുത്താണ്. ആ കുട്ടിക്ക് അങ്ങനെ എക്സ്ട്രാ സ്പേസ് വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്തതാണ്. ഇത് മോൻ്റെ റൂമാണ്. മോൻ്റെ റൂമിൽ നേരെ താഴത്തുള്ള പോലെ സിമിലർ ആയിട്ടുള്ളൊരു തീം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെയും വാളിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് കാണാം. ബെഡ് ഇതിനോട് മുട്ടിച്ചാണ് ഇങ്ങോട്ട് മുട്ടിട്ടായിട്ട് ഇട്ടിരിക്കുന്നത്. 2 സൈഡിലും വിൻഡോ കാണാം. എല്ലാ റൂമുകൾക്കും 2 സൈഡിലും വിൻഡോ നിർബന്ധമായിട്ട് ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ
ഈ ഭാഗം പടിഞ്ഞാറായതുകൊണ്ട് അതിന് കാറ്റ് വരുന്നത് മാക്സിമം ടാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റൂമുകളും ഈ ഭാഗത്താണ് വരുന്നത്. കാറ്റും നല്ല വെളിച്ചം. അതായത് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ഈ ദിശയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തെക്ക് പടിഞ്ഞാറ് മൂലയും ഇത് വടക്ക് പടിഞ്ഞാറ് മൂലയും. നമ്മുടെ കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും ദിശ അനുസരിച്ച് ഏറ്റവും നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം ഈ ഭാഗമാണ്. അങ്ങനെയാണ് ഈ ബെഡ്റൂമുകൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ഉള്ളിലുള്ള ആംബിയൻസിൽ കിട്ടുകയും ചെയ്യും. അതുകൂടാണ്ട് ഈ ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടികയുടെ ഒരു എഫക്റ്റും ഇവിടെ ശരിക്കും അറിയുന്നുണ്ട് ഈ വീട്ടിൽ. ഹോളോ ടെറക്കോട്ട ബ്ലോക്സ്, വെയ്നബർഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലോക്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹീറ്റ് ഗെയിൻ അത്രയും സാധാരണ ചൂടുകട്ട എടുക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അത്രയും ചൂട് ഉള്ളിലേക്ക് വരില്ല. ഈ വീട് പ്ലാൻ ചെയ്തൊരു ഫ്രെയിം സ്ട്രക്ചറായിട്ടാണ്. അപ്പോൾ ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോളം, ബീം, സ്ലാബ് ഇതടങ്ങുന്ന ഫ്രെയിം, മെയിൻ വെയ്റ്റും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും. ഇതിന് വരുന്ന ചുമരുകൾ എന്താ പറയുക, ഫില്ലേഴ്സ് മാത്രമാണ്. ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മാത്രമാണ്. അതുകൊണ്ട് അത് വെയിറ്റ് എടുക്കേണ്ട ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അതിന് സെക്കൻഡറി ഫങ്ഷൻസ് കൊടുക്കാം. അതായത് ചൂടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ അഡീഷണൽ ഫങ്ഷൻസ് എടുക്കാവുന്ന ചുമരുകളായിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഹോളോ ടെറക്കോട്ട ബ്ലോക്സ് വെയ്നബർഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇഷ്ടികയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളെ നാടൻ ചുടുകട്ടയുടെ പോലത്തെ ഹീറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, അത് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ അതിനകത്തുള്ള ഹോൾസ് അതിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു എൻജിനീയറിംഗ് സിസ്റ്റമാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ വെയിറ്റ് ഇത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന എല്ലാ മേസൺറി വർക്കും ഈ ഇഷ്ടിക വെച്ച് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റർ ചെയ്തും അല്ലാത്ത സ്ഥലങ്ങളിൽ ഓപ്പണായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടും ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് തരുന്നു. അത് കൂടാണ്ട് പുറത്ത് കാണുന്ന ചുമരുകളിൽ പ്ലാസ്റ്റർ ചെയ്തതിന് മുകളിൽ പെയിൻ്റ് അടിച്ചതും ആയിട്ടുള്ള കോമ്പിനേഷൻ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇഷ്ടികയുടെ റെഡ് കളർ ടോണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബ്ലെൻഡാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ. അപ്പോൾ ഇത് മൂന്നും ചേർന്ന് വരുന്ന ഒരു റസ്റ്റിക് കോമ്പിനേഷനാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് ഉള്ളിലെ ഒരു തീം, ജനറൽ തീം. ഉള്ളിൽ കയറിയാലും നമുക്ക് കാണാവുന്നത് പ്ലാസ്റ്റേഡ് ആയിട്ടുള്ള വാൾസ് ഉണ്ട്, കോൺക്രീറ്റ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ചുമരുകളുണ്ട്, ഇഷ്ടിക എക്സ്പോസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈലിനും ഒരു സാൻഡി ഫിനിഷ് ആയിട്ടുള്ളൊരു ടൈലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് തടി, ഫർണിച്ചറിലുള്ള തടി, ജനലുകൾക്കുള്ള തടി, ഇതെല്ലാം അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫിനിഷിലാണ് ഇതിൻ്റെ ഓവറോൾ തീം. എക്സ്റ്റീരിയറിൽ കാണുന്ന അതേ ലാംഗ്വേജ് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഉള്ളിലേക്ക് വന്നിരിക്കും. ഈ വീടിൻ്റെ ഡിസൈൻ തുടങ്ങിയപ്പോൾ വന്ന സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പ്രോസസ്സിൽ നിന്ന് ഇത് പണി കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ റിസൾട്ടും തമ്മിൽ ഒന്നിച്ച് നോക്കിയാൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിത്തൗട്ട് ചേഞ്ചിങ് ആ ഒരു എൻഡ് റിസൾട്ട് മാറാത്ത രീതിയിൽ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വീട് പണി നടക്കുന്ന അത്രയും കാലം അതിൽ വരാൻ പറ്റാവുന്നതുമായ സ്ട്രക്ചറിന് മോഡിഫിക്കേഷൻ വരാത്ത രീതിയിൽ ചെയ്യാവുന്ന മോഡിഫിക്കേഷൻസ് എല്ലാം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ ഹാപ്പിയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.